RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ പെൺപടയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നമ്മൾ ഇതുവരെ ഈ ഒരു ചാനലിൽ ഫുട്ബോളിന്റെ അല്ലാതെ വേറൊരു വീഡിയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ക്രിക്കറ്റ് വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യ ഇന്നലെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയാണ്. കപിൽ ദേവിനെയും ധോണിക്കും ശേഷം നമ്മുടെ പെൺപട വേൾഡ് കപ്പിന്റെ ലോകത്തിന്റെ നെറുകയിലെത്തി. വേൾഡ് കപ്പ് സ്വന്തമാക്കി മൂന്നാമത്തെ ഫൈനലാണ് അവർ കളിക്കുന്നത്. മൂന്നാമത്തെ ഫൈനലിൽ അവർ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് അവര് കപ്പടിക്കുന്നത്. രണ്ട് ഫൈനലാണ് ഈ കളി കളിച്ചിരിക്കുന്നത്. ഒന്ന് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയും ഒരു വമ്പൻ റൺ മല മറിച്ച് കടന്നിട്ടാണ് അവർ ഫൈനലിലെത്തിയത്. അപ്പൊ ഫൈനലിൽ അവർക്ക് തോറ്റു പുറത്തു പോകാൻ എങ്ങനെയും സാധിക്കില്ല. എന്താ കാരണം അത് എത്ര വലിയ ദക്ഷിണാഫ്രിക്ക ആയാലും ഇനി ഓസ്ട്രേലിയ ആയിക്കൂടി ഇവർക്ക് ആ ഒരു റൺമല കടന്നു വരുമ്പോ അവർക്ക് ഫൈനല് ശരിക്കും ഇന്ത്യനിലെ ഇത്ര ജനങ്ങളുടെ 100 കോടി ജനങ്ങളുടെ സപ്പോർട്ടും ആ ഒരു സ്റ്റേഡിയം നേവി മുംബൈയിലുള്ള സ്റ്റേഡിയത്തിൽ ആർത്തിരമ്പി വെക്കുന്ന ആ ഒരു നീലക്കടലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാണികളുടെ സപ്പോർട്ടും കൂടി ആയപ്പോ ദക്ഷിണാഫ്രിക്കയെ 299 റണ്ണായിരുന്നു വിജയിക്കേണ്ടത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു സമയത്ത് കയ്യിൽ നിന്നൊക്കെ പോയി. ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന പോലെ 50 ബോളിൽ 53 ബോളിൽ 83 റണ്ണൊക്കെ ആയിരുന്നു. ജയിക്കുന്നുള്ള കണ്ടീഷനിൽ ദക്ഷിണാഫ്രിക്കയുടെ ആ പ്ലെയർ സെഞ്ചുറിയും കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദീപ്തി ശർമ്മയെ വോൾ വാട്ടഡ് ഉയർത്തി ലോങ് ഓണിലേക്ക് അടിച്ചപ്പോൾ അത് 6 ആയി തന്നെ എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്താണ് അംജിത് കൗർ അത് ഊട്ടി വന്ന് റൺ ചെയ്തിട്ട് ആ ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ അറ്റംപ്റ്റില്ല, ഫസ്റ്റ് എടുക്കുന്ന അത് കൈ നിന്ന് തെറിച്ച് പോകുന്ന, രണ്ടാമത്തെ ട്രൈ ചെയ്യുന്ന ഒരു കൈ കൊണ്ട്, മൂന്നാമത്തെ ഒരു കൈ കൊണ്ടാണ് ക്യാച്ച് എടുക്കുന്നത്. അതിലാണ് ആ വേൾഡ് കപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചത്. എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഈ ക്യാച്ച് കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ T20 വേൾഡ് കപ്പിൽ സൂര്യകുമാർ യാദവ് എടുത്ത് ആ ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് ക്യാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ക്യാച്ചാണ് ഇന്നത്തെ കളിയിൽ ആ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞാൽ. അതേപോലെ ദക്ഷിണാഫ്രിക്കയുടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫീൽഡിംഗ് ക്യാച്ച് ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യയുടെ സൈഡിൽ 1-2 ക്യാച്ച് ഡ്രോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ ഇന്ന് ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത്. അതിൽ തുടക്കം തന്നെ ബാറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ സ്മൃതി മന്ദനി നമ്മുടെ ഓപ്പണറായിട്ട് വന്ന 7 ദിവസം മുമ്പ് വരെ TV-യിൽ കളി കൊണ്ടിരുന്ന ഷിഫാലി വർമ്മ ഇങ്ങനൊരു സ്മൃതി മന്ദനയും കൂടിയിട്ടാണ് ഇന്നത്തെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. ഷിഫാലി വർമ്മയ്ക്ക് വേറൊരു ഇന്ത്യൻ ടീമിൽ ഓപ്പണറായ പ്ലെയർക്ക് പരിക്ക് പറ്റിയിട്ടാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളി വരുന്നത്. ഞാനപ്പോൾ ഈ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ ഈ ഒരു ആളെ ഞാൻ നോക്കി, ഷിഫാലി വർമ്മനെ നോക്കി. എന്താ പറഞ്ഞാൽ ആൾ അത്യാവശ്യം നല്ല ഹിറ്റ് അടിക്കാനുള്ള സേവാങ്ങിനെ പോലെ ഹിറ്റ് അടിക്കാനുള്ള ഒരു പ്ലെയറാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സ്കോഡിലൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ഓക്കെ ഫോം ഔട്ടേക്ക് അല്ലെങ്കിൽ പരിക്കായിരിക്കും വിചാരിച്ചു. പക്ഷെ ആള് സെമി ഫൈനലിലും ഫൈനലായിട്ട് ഇന്ത്യക്ക് വേണ്ടി തിരിച്ചു വന്നു. ഫൈനലിൽ 87 റണ്ണും 2 വിക്കറ്റ് കൊടുത്ത് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് ആള് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അപ്പോ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ദൈവനിശ്ചയം എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവം. എന്താ പറഞ്ഞാല് കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം സെമി ഫൈനലില് ഒരു ഒരാളി ഉണ്ടായിരുന്നു. ഇവൾക്കെതിരെ ഈ ഒരു പ്ലെയർക്കെതിരെ ഒരുപാട് ട്രോളുകളും ഒരുപാട് വംശീയമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ 127 റൺസിന്റെ ഇന്നിങ്സ് ഉണ്ടല്ലോ, അത് ഓരോ ഇന്ത്യക്കാരും ഇപ്പൊ തിരിച്ചറിഞ്ഞ് അവളോട് മാപ്പ് പറയണം. അപ്പോ എന്താ പറഞ്ഞാൽ ആ ഒരു വിജയത്തിന് അത്രത്തോളം ഉണ്ടായിരുന്നു. ആ ചെറിയൊരു നളിന്ത് പെണ്ണ് അങ്ങനെ കാണാൻ പറ്റില്ല, അത്രയും ഇതാണ്. അങ്ങനെ ഒരാള് ഓസ്ട്രേലിയ പോലെ ഒരു ടീമിനെതിരെ ഒരു 6 പോലും അടിക്കാതെയാണ് ആ സെമി ഫൈനലിൽ ആ റണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് അവസാനമായപ്പോൾ ഈ സെഞ്ചുറി ഒക്കെ അടിച്ചിട്ടും 50 അടിച്ചിട്ടും ഒന്നും സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല. വേൾഡ് കപ്പിൽ ആദ്യം സെഞ്ചുറി നേടി കഴിഞ്ഞാൽ അത്രയും സെലിബ്രേഷൻ ഉണ്ട്. ഒന്നും സെലിബ്രേറ്റ് ചെയ്യാതെ ഈ സെഞ്ചുറി അടിച്ച ശേഷം ആൾ അത്രയും ടയർഡായിരിക്കണം. അപ്പൊ അങ്ങനെ ആള് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുക. അപ്പൊ കമന്ററി പേരെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ അവളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ ആള് ആ ഒരു വിജയ റണ്ണിന്റെ ഇതുവരെയും ഗ്രീസിൽ തന്നെ നിന്ന് വിജയിപ്പിക്കുകയാണ് ഇന്ത്യയെ. അപ്പോൾ ഈ 339 റണ്ണ് പറഞ്ഞാൽ സെമി ഫൈനലിലും അതും വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആരും ഇതുവരെ മറികടക്കാൻ സ്കോറാണ്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ഓസ്ട്രേലിയ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിലയിരുത്തി ഇന്ത്യൻ വനിതകൾ ഇപ്രാവശ്യവും കാലോട്ടോടേക്കും പുറത്താവുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെൺപുലിയുടെ വരവോട് കൂടിയിട്ടാണ് ഇന്ത്യക്ക് ആ ഒരു സെമി ഫൈനൽ ഓസ്ട്രേലിയയെ മറികടന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ദക്ഷിണാഫ്രിക്കയാണ് ഒന്നാമത്തത്. ഒരു സൈഡ് ദക്ഷിണാഫ്രിക്ക ഇത്രയും ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രയും ലക്കില്ലാത്തൊരു ടീം ദക്ഷിണാഫ്രിക്ക ആയിരിക്കും. അപ്പോൾ അവരായതുകൊണ്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. അതേപോലെ ഈ ഓസ്ട്രേലിയക്കെതിരെ എടുത്ത ആ ഒരു പോരാട്ട വീരുണ്ടല്ലോ ഇന്ത്യയുടെ, അപ്പോൾ അതും എനിക്ക് ഇന്ത്യ കപ്പടിക്കുന്ന എനിക്ക് സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സെമി ഫൈനലിൽ ഞാനും എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ഇത് നമുക്ക് ഇവിടെ കിട്ടില്ല, അതോടുകൂടി അവസാനിച്ചെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്കൊക്കെ വേണ്ടി ദൈവം കൊണ്ടുവന്ന് തരാന്ന് പറയില്ല, അങ്ങനെ ഒരു ആളായിട്ടാണ് ജെമിന റോഡ്രിഗസ് ഇവര് ഈ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടുന്നത്. അപ്പൊ കളിക്ക് ശേഷം റോഡ്രിഗസിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കൾ ഇങ്ങനെ റൺ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ സ്വയം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, എന്താണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു എനിക്ക് അത്രയും ടയർഡായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ഞാൻ ബൈബിളിൽ ഒരു വചനം ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ എന്താണ് പറയാ, അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സന്തോഷമായ കാര്യം മൈഥിലി രാജ് ഈ ഒരു ഡക്കൗട്ടിലുണ്ടായിരുന്നു ഫൈനലില് ഇവരോടുകൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് കപ്പായിട്ട്. അതേപോലെ തന്നെ
നമ്മുടെ പരിക്കേറ്റ് കളിക്കട്ടിൽ ക്യാച്ച് എടുക്കാൻ പോയി പരിക്കേറ്റ ആ ഒരു പ്ലെയർ വീൽ ചെയറിലായിരുന്നു സെലിബ്രേഷൻ ഒന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി നിറഞ്ഞു നിന്ന ഒരു ഇന്നത്തെ കളി എന്താന്ന് പറഞ്ഞാല് ഫൈനലിൽ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 3 കളി മത്സരങ്ങൾ തോറ്റി നിൽക്കുകയാണ്. അവസാനത്തെ കളി ജയിച്ചിട്ടാണ് സെമി ഫൈനലിലേക്ക് കയറുന്നത്. സെമി ഫൈനലിൽ കയറുന്ന ഏറ്റവും അവസാനത്തെ ടീമാണ് ഇന്ത്യ. സെമി ഫൈനലിൽ കയറിയ 3 ടീമുകളെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ആയപ്പോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാല് 7 വേൾഡ് കപ്പ് ആകെ 12-13 വേൾഡ് കപ്പ് നടന്നതിൽ 7 വേൾഡ് കപ്പ് അവരാ തൂക്കിയിരിക്കുന്നത്. അതേപോലെ വേൾഡ് കപ്പിൽ അടുത്ത കാലത്തൊന്നും അവർ തോൽവി അറിഞ്ഞിട്ടില്ല. അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിനാണ് അത് 339 റണ്ണ്. സെമി ഫൈനലിൽ തന്നെ ഇന്ത്യ വിജയിച്ചു. ഒരു ഫൈനൽ അവിടെ കഴിഞ്ഞു. 2ാം ഫൈനലായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ദക്ഷിണാഫ്രിക്ക പൊരുത്തി ഒരുപാട് ഇന്ത്യയോട്. അവസാനം വരെയും ആ ഒരു ക്യാച്ച് ക്യാപ്റ്റനായ കൗർ ക്യാച്ച് എടുക്കുന്ന വരെയും നമുക്ക് ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചൊരു മാച്ചായിരുന്നു. എന്താ പറഞ്ഞാൽ അവസാനം ആ ഒരു വിക്കറ്റ് വരെയും ദക്ഷിണാഫ്രിക്ക അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വിക്കറ്റ് 9ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടതും അതേപോലെ റൺഔട്ടും ഇതൊക്കെയാണ് അവസാനം നിർണായകമായത്. എന്താ പറഞ്ഞാൽ അത്ര വേരിയേഷൻ ഒന്നുമില്ല. 30 ബോളിൽ 50 റൺ എന്ന ഇത് ഉണ്ടാവും. T20 മോഡലിൽ കളിക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കാൻ പറ്റും. അങ്ങനെ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. കപ്പ് മാത്രം എടുത്താൽ പോരാ, മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടുണ്ട്. അതേപോലെ മാൻ ഓഫ് ദി സീരീസും ദീപ്തി ശർമ്മയാണ് മാൻ ഓഫ് ദി സീരീസ് തൂക്കിയിരുന്നു. 9 മാച്ചുകളിൽ നിന്ന് 215 റണ്ണും എടുത്തിട്ടുണ്ട്, 22 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കളിയിൽ ആള് മികച്ച ഫോമിലാണ്, 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയുടെ മൊത്തത്തിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കളിക്കിടെ ക്യാച്ച് എടുക്കുന്നതിന് മുമ്പ് കാല് മടങ്ങിയിട്ട് ഗുരുതര പരിക്ക് പറ്റിയിട്ട് ആള് വൈദ്യസഹായം തേടുന്നത്. അതിനുശേഷം സെലിബ്രേഷന് വേണ്ടി വീൽ ചെയറിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ് ഇന്നത്തെ കളി. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നില് ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു കോച്ചായ ഒരു ചങ്ങയുണ്ട്. ആളിനെ കുറിച്ച് 2 വാക്ക് പറയാതെ ഈ വീഡിയോ അവസാനിക്കാൻ എനിക്ക് കഴിയില്ല. എന്താ പറഞ്ഞാല് സച്ചിനും കാംബ്ലിയൊക്കെ മിന്നിത്തിളങ്ങി മുംബൈയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചങ്ങായും ആ ഒരു മുംബൈയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരുപാട് റൺസ് 10,000-ലധികം റൺസുകൾ നേടിയിട്ടും ഇതുവരെ ഇന്ത്യൻ കുപ്പായ ഒരു നീല ജേഴ്സിയോ അല്ലെങ്കിൽ ഒരു വെള്ള ജേഴ്സിയിൽ ഇന്ത്യൻ ടെസ്റ്റിലോ കളിക്കാൻ അവസരം കിട്ടാതിരുന്ന ആളാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് എടുത്തു കൊടുത്തിരിക്കുന്നത്. വനിതകൾക്കായിട്ടൊരു വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ആ ഒരു കാലഘട്ടം, അത്രയും കാത്തിരുന്ന ഒരു കാലഘട്ടം, സ്വന്തമായിട്ട് കളിക്കാൻ പറ്റാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ആള് ഇപ്പൊ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് അമൽ മജൂദ. അപ്പോൾ അങ്ങനത്തെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ എന്തായാലും ഇന്ത്യക്കാരെല്ലാം അഭിമാനം നിമിഷമാണ് ഇന്നത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയ കപ്പാണ് ഇപ്പൊ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പെൺപുലികളിലൂടെ ആദ്യ കപ്പാണ് ഇന്ത്യക്ക് വേണ്ടി വനിതകൾ നേടുന്നത്. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കപ്പുകൾ ഇനി ഉയർത്താൻ ഈ വനിതകൾ കഴിഞ്ഞിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.